ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തതോടെ ഒളിവിൽ പോയ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രക്ഷോഭിനെ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘം. ജോലി വാഗ്ദാനം ചെയ്ത പ്രക്ഷോഭ് പീഡിപ്പിച്ചുവെന്ന ദളിത് യുവതിയുടെ പരാതിയിൽ 16 ദിവസം മുമ്പാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. അതേസമയം പ്രക്ഷോഭ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി പരിഗണിക്കും. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, 16 ദിവസം കഴിഞ്ഞു കേസെടുത്തിട്ട് ഇപ്പോഴും പ്രക്ഷോഭ് എവിടെയെന്ന കാര്യത്തിൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ടില്ല. എന്താണ് പോലീസ് പറയുന്നത് അന്വേഷണത്തെക്കുറിച്ച്? പ്രക്ഷോഭിനായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. ഇയാൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇയാൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഒരു അന്വേഷണം നടത്തിയത്. പക്ഷേ നിലവിൽ ഇതുവരെ ഇയാളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ 16 ദിവസത്തോളമായിരിക്കുന്നു ഈ FIR രജിസ്റ്റർ ചെയ്തിട്ട്. പക്ഷേ എന്നിട്ടും ഇയാളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനെതിരെ BJPയും CPM-ഉം ഒക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇയാൾക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, അതിനാലാണ് ഒളിവിൽ കഴിയാൻ ഇയാൾക്ക് സാധിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരു കുറ്റപ്പെടുത്തൽ. പോലീസിന്റെ കൂടി സഹായമുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഏതായാലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനിടെ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ ആയി കോടതിയൊക്കെ സമീപിച്ചിരുന്നു. ചില അഭിഭാഷകരുടെയൊക്കെ സഹായത്തോടെ ഒളിവിലിരുന്ന ഇയാൾ അത്തരം നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന 16-നാണ് ഇയാളുടെ ജാമ്യാപേക്ഷ അത് കോടതി പരിഗണിക്കുന്നത്. അതിനിടയിൽ തന്നെ ഇയാളെ പിടികൂടുന്നതിനാവശ്യമായ നീക്കങ്ങൾ അത് പോലീസിൽ നിന്ന് ഊർജിതമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വിശദാംശങ്ങൾ നൽകിയത്.